എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ല മഴയുള്ള ഒരു ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പൂനെയിൽ നല്ല മഴയാണ്. 2 ദിവസമായിട്ട് നല്ല മഴയാണ്. അതുകൊണ്ട് വാതിലൊക്കെ അടച്ചു വെച്ചിരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള കാഴ്ചയാണിത്. വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ പോകുന്ന മഴയാണ്. പൊതുവെ തണുത്ത കാലാവസ്ഥ. അതുകൊണ്ട് നമ്മൾ വീട്ടിലിങ്ങനെ ടി വിയൊക്കെ കണ്ട് ഉള്ളിലിങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ബബിളു നല്ല സുഖമായ ഉറക്കത്തിലാണ് അവൻ്റെ കിടക്കയിൽ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ദോശ, തക്കാളിക്കറി ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇതാണ് തക്കാളിക്കറി, ദോശമാവ്. ദോശ ഉണ്ടാക്കണം ഇനി ബാക്കിയുള്ളവർക്ക്, കഴിക്കാത്തവർക്ക്. പിന്നെ മോളിന്ന് പറഞ്ഞു അവളുടെ ഓഫീസിൽ പോകുമ്പം കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണം. അപ്പോൾ അവളുടെ ഒരു ഫ്രണ്ട് അങ്ങനെ ഒരു ബോക്സിൽ അവരുടെ നാട്ടിലുണ്ടാകുന്ന പഴം തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല ടേസ്റ്റുള്ള പഴമായിരുന്നു. അപ്പോൾ ഈ പാത്രം തിരിച്ചു കൊടുക്കുമ്പം അങ്ങനെ കാലിപ്പാത്രം തിരിച്ചു കൊടുക്കരുത് എന്നാണല്ലോ സാധാരണ. അങ്ങനെയൊന്നുമില്ല ശരിക്കും, പക്ഷെ അങ്ങനെയാണ് ആൾക്കാരൊക്കെ. കാലിപ്പാത്രം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിലെന്തെങ്കിലും ഒന്ന് നിറച്ച് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് എന്താ ഇപ്പോൾ കൊടുക്കാമെന്ന് ആലോചിച്ചു. പായസം ഉണ്ടാക്കി കൊടുത്താലോ എന്ന് ആലോചിച്ചു. അപ്പോൾ പിന്നെ അത് പറ്റിയില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. റവ ലഡു എന്ന് പറയും. ഇവിടെയൊക്കെ ഷീര എന്ന് പറയും. മറാഠിയിലും ഹിന്ദിയിലൊക്കെ ഷീര എന്നാണ് പറയുന്നത്. അതൊരു പ്രസാദമായിട്ട് ഉണ്ടാക്കുന്ന സാധനം കൂടിയാണ്. പിന്നെ റവ കൊണ്ടുണ്ടാക്കുന്നത്. നമ്മൾ പറയുമ്പോൾ റവ ലഡു എന്ന് പറയും. പിന്നെ കേസരി എന്ന് പറയും. അങ്ങനെ പല പല പേരുകളുണ്ട്. അത് ഞാനിപ്പോൾ രാവിലെ ഉണ്ടാക്കി മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമുക്കും കഴിക്കാം ഒന്നിച്ചുണ്ടാക്കി ഒരു പാത്രത്തിലങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പീസായിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് ഓരോരോ പീസായിട്ട് മുറിച്ചെടുക്കാം. ഈ കാണുന്ന കറുത്ത ചെറിയ ചെറിയ ഇതില്ലേ, അത് ഏലക്കായാണ്. ഏലക്കായ നന്നായിട്ട് പൊടിക്കാത്തതുകൊണ്ടുള്ള കാണുന്നത്. ഇത് മുറിച്ചിട്ടുള്ളത് ഞാൻ പിന്നീട് കാണിക്കാം. ഇതുണ്ടാക്കുന്ന വിധം അടച്ചു വെച്ചപ്പോൾ കണ്ടോ, അതിൻ്റെ ആവി പൊടിഞ്ഞതാണത്. കണ്ടോ ആവി പൊടിഞ്ഞത്. ഇതുണ്ടാക്കുന്നത് റവ കൊണ്ടാണ്. റവ നന്നായിട്ട് വറുത്തിട്ട് അതിൽ പഞ്ചസാര, ഏലക്കായ എന്നിവ ചേർത്ത് കുറച്ച് നന്നായിട്ട് നെയ്യ് ചേർക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്, റവ നന്നായിട്ട് വറക്കുക നെയ്യിൽ. അതിൽ പഞ്ചസാര, ഇതാണ് നമ്മളുടെ റവ ലഡു. ഇതിങ്ങനെ പീസായിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ടിഫിനിലേക്ക് വെച്ച് കുട്ടികൾക്ക് കൊടുത്തേക്കാം. ബാക്കിയുള്ളത് നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇതൊരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് അതിനകത്തേക്ക് പരത്തി നല്ല സെറ്റ് ചെയ്ത് തണുത്തതിന് ശേഷം പീസായിട്ട് മുറിച്ചെടുക്കാം. ഇതിന് റവ ലഡു എന്നോ ക്ഷീര എന്നോ കേസരി എന്നോ പല പല പേരുകളിൽ അറിയപ്പെടുന്ന സാധനമാണ്. നല്ല ടേസ്റ്റാണ്. നല്ല മധുരമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ശരി, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. കുട്ടികൾക്ക് പാത്രത്തിലേക്ക് മുറിച്ച് വെക്കട്ടെ. ഓക്കെ.